ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 242 പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ. ഭാഗം 242 പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ ഇവിടെ ആരംഭിക്കുന്നു. ധാരാളം ഗുരുഭക്തന്മാരുള്ള ഒരു സ്ഥലമാണ് തൃശ്ശിവപേരൂർ. ഒരു ദിവസം തൃശ്ശിവപേരൂരിലുള്ള അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുകയായിരുന്നു. ആ വേളയിൽ ഗുരുദേവനെ സ്വഭവനത്തിൽ ക്ഷണിച്ചു കൊണ്ടുപോകുന്നതിനായി കോന്തി മേസ്ത്രി എന്ന ഗുരുഭക്തൻ കാറുമായി അവിടെ വന്നു. മേസ്ത്രിയെ ഗുരുദേവന് നേരത്തെ തന്നെ നന്നായി അറിയാമായിരുന്നു. ഗുരുദേവൻ ആ കാറിൽ മേസ്ത്രിയുടെ കൊക്കായിലുള്ള ഭവനത്തിൽ എത്തിച്ചേർന്നു. ആ ഭവനത്തിൻ്റെ വിശാലമായ പൂമുഖം അന്ന് നന്നായി അലങ്കരിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു. ഗുരുദേവൻ പൂമുഖത്ത് ഇരുന്ന് സംഭാഷണം ചെയ്യുന്നതിനിടയിൽ കോന്തി മേസ്ത്രി തൻ്റെ വലിയൊരാഗ്രഹം ഉണർത്തിച്ചു. തൃപ്പാദങ്ങൾക്കൊപ്പം തൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം. അതായിരുന്നു മേസ്ത്രിയുടെ ആഗ്രഹം. ഗുരുദേവൻ മന്ദഹാസത്തോടെ അതിന് സമ്മതം മൂളി. ഉടൻ തന്നെ മേസ്ത്രിയുടെ ആളുകൾ പോയി ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ടുവന്നു. അയാളുടെ അപേക്ഷ പ്രകാരം ഭക്തിഭവൻ്റെ മുറ്റത്ത് പ്രത്യേകമിട്ട ഒരു കസേരയിൽ ഗുരുദേവൻ ഇരുന്നു. ഗുരുദേവൻ്റെ ഇരുവശത്തുമായി കുടുംബാംഗങ്ങളെല്ലാം നിരന്നു നിന്നു. ആ സമയം കോന്തി മേസ്ത്രിയെ ഗുരുദേവൻ വിളിച്ച് തൻ്റെ അടുത്ത് ഇരുത്തുകയുണ്ടായി. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ ക്യാമറയിലേക്ക് നോക്കുവാൻ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ആ നേരത്ത് മേസ്ത്രിയുടെ കുടുംബാംഗമല്ലാത്ത ഒരാൾ ഓടി വന്നു അവരുടെ കൂട്ടത്തിൽ കയറി നിൽപ്പായി. അയാളുടെ മട്ടും ഭാവവും അതിരുകടന്ന ആവേശവും മേസ്ത്രിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്നാൽ അയാളെ ആ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ഒരു ഉപായവും മേസ്ത്രി കണ്ടതുമില്ല. മേസ്ത്രിയുടെ ആ നിസ്സഹായ അവസ്ഥ അറിഞ്ഞ ഗുരുദേവൻ അപ്പോൾ അയാളോടായി ചോദിച്ചു, "ഓ, നിങ്ങൾ കൂടി ഉണ്ടോ? പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ." ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് ആർക്കും അപ്പോൾ വ്യക്തമായി കിട്ടുകയുണ്ടായില്ല. അല്പനേരത്തിനകം ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഗുരുദേവൻ അദ്വൈതാശ്രമത്തിലേക്ക് മടക്കമായി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ ഫോട്ടോ കോന്തി മേസ്ത്രിക്ക് കിട്ടി. അതിൽ കുടുംബാംഗങ്ങളെല്ലാം നന്നായി തെളിഞ്ഞു കാണപ്പെട്ടു. എന്നാൽ ഓടി വന്ന് നിന്നയാളുടെ ചിത്രം മാത്രം മങ്ങിയിരിക്കുന്നതായും കണ്ടു. ആരെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത വിധം മങ്ങിയതായിരുന്നു അയാളുടെ ചിത്രം. അപ്പോഴാണ് പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ എന്ന് ഗുരുദേവൻ അരുളിയതിൻ്റെ പൊരുൾ മേസ്ത്രിക്ക് പിടികിട്ടിയത്. ആനന്ദപ്രദഭക്തകോടി നിരകൾക്കാനന്ദമേകിടുവാൻ ആരാധ്യപദമാർന്നു കൊണ്ടനുദിനം ത്യാഗോജ്വല പ്രൗഢിയായി ആർത്തർക്കായ അഭയം കൊടുത്തനുദിനം സന്തുഷ്ടനായി സർവദാ ആപത്തൊക്കെ അകറ്റി വർക്കല വിരാജിക്കും ഗുരു കൈതൊഴാം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 242 പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.